അല്ല കൂട്ടുകാരെ, ഒരു ഇടിഞ്ചക്ക തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണല്ലോ, അപ്പോൾ ഇടിഞ്ചക്ക വെച്ചിട്ട് തോരൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഈ ഇടിഞ്ചക്ക ആദ്യം തന്നെ ചെറുതായിട്ട് പീസായിട്ട് മുറിച്ചെടുക്കണം. അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തിട്ട് ഒരു കുക്കറിലേക്കിട്ട് ഒരു വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുക്കണം. കുക്കറിൽ ഇത്തിരി ഉപ്പും ആവശ്യത്തിനിടാം. ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇത് കുറേശ്ശെ എടുത്ത് ഒരു മിക്സിയിൽ ഇട്ട് തിരിച്ചെടുക്കണം, ചതച്ചെടുക്കണം. പണ്ടൊക്കെ ഇത് ഉരലിലിട്ട് ഇടിച്ചാണ് എടുത്തോണ്ടിരുന്നത്. അതാണ് ഇടിഞ്ചക്ക എന്ന് പേര് വന്നത്. കുറേശ്ശെ ഇട്ട് ഇടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ ഈ പരുവത്തിന് പ്ലേറ്റിൽ കിട്ടും. പിന്നെ ഇതിനാവശ്യമായ മസാലയ്ക്ക് അരമുറി തേങ്ങ, കുറച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, 2 പച്ചമുളക്, കുറച്ച് ജീരകം എല്ലാം കൂടെ ഒരു മിക്സിയിലേക്ക് ഇട്ടിട്ട് ചതച്ച് അവിയലിനൊക്കെ എടുക്കുന്ന പരുവത്തിന് എടുക്കണം. അതാണ് ഇതിൻ്റെ അരപ്പ്. ഇത് ചക്ക വെന്തിരിക്കുന്നതുകൊണ്ട് ഒരു ചട്ടിയിലേക്ക്, എന്തെങ്കിലും ചട്ടി മതി, ഞാൻ അലുമിനിയം ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കണം. കുറച്ച് ഉലുവയും ഇടാം. ഞാൻ കുറച്ച് ഉലുവയും ഇട്ടു. ഇത് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും കരിവേപ്പിലയും ഇട്ട് മൊരിയിച്ചെടുക്കണം. ബ്രൗൺ കളറാകുന്നവരെ മൊരിയിക്കാം. മുരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പിടുന്നത്. മിക്സിയിൽ അരച്ചെടുത്ത തേങ്ങാക്കൂട്ട്, തേങ്ങ, ചുവന്നുള്ളി, പച്ചമുളക്, ജീരകം ഒക്കെ കൂടെ അരച്ച ഒരു കൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിടണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. ബെൽ ബട്ടൺ അമർത്തിയ ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ഇതിലേക്ക് തേങ്ങാക്കൂട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്നുകൂടെ മൊരിയിക്കണം. ഇത്തിരി വെള്ളവും കൂടി ഒഴിക്കാം. വെള്ളം പറ്റുന്നവരെ ഒന്നുകൂടെ മൊരിയിക്കണം. അത് അരപ്പ് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക, മിക്സിയിൽ തിരിച്ചെടുത്ത ഇടിഞ്ചക്ക ഇതിലേക്ക് ചേർക്കണം. ചേർത്ത് നല്ലപോലെ ചിക്കി എടുത്താൽ മതി. വെള്ളം പറ്റുന്ന പോലെ നല്ലപോലെ ഇതാക്കാം. ഉപ്പ് ഒക്കെ പോരെങ്കിൽ ആവശ്യത്തിന് കുറച്ചുകൂടെ ഇടാം. അപ്പം നമ്മുടെ ഇടിഞ്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും വീഡിയോ കണ്ട് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യണേ. ഓക്കെ, താങ്ക് യു.